ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പിൻവലിച്ച 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ഏതാണ്ട് ഉപയോഗിച്ച CPMന്റെ ജില്ലാ കമ്മിറ്റി 2 അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച 6 കോടി രൂപ അത് കരിവന്നൂർ, അതുപോലെ തന്നെ കുട്ടനെല്ലൂർ, അയ്യന്തോൾ, പെരിങ്ങണ്ടൂർ തുടങ്ങിയ സർവീസ് സഹകരണ ബാങ്കുകളിൽ അനധികൃതമായ വായ്പ നൽകി ലഭിച്ചതിൻ്റെ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് CPM ജില്ലാ കമ്മിറ്റി ഈ 3 തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഈ 2 കോടി രൂപ, അങ്ങനെ 8 കോടി രൂപ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും അനധികൃതമായ വായ്പ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത കമ്മീഷൻ തുകയാണ്. ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളായി ഉപയോഗിച്ചത്. ഇത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണ്. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം ഒരു കാരണവശാലും CPM ജില്ലാ കമ്മിറ്റി ഇങ്ങനെ പണം പിൻവലിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻ്റ് ആയിരുന്നത്. അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CPMന്റെ ജില്ലാ കമ്മിറ്റിയെ പ്രതിയാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൃത്യമായി ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PK ബിജുവിന് ഉപയോഗിച്ച തുക അത് കരിവന്നൂർ, കുട്ടനെല്ലൂർ തുടങ്ങിയ സർവീസ് സഹകരണ ബാങ്കുകളിലെ അനധികൃത വായ്പയുടെ കമ്മീഷനാണ്. അതുപോലെ തന്നെ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നഗരസഭയിൽ ഉപയോഗിച്ച സംഖ്യ അത് ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരല്ല ഇരിഞ്ഞാലക്കുട, കുന്നംകുളം തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിലും ഈ തുക ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 4 തെരഞ്ഞെടുപ്പുകളിൽ 8 കോടി രൂപയോളമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഒന്ന് MM വർഗീസിനെയും PK ബിജുവിനെയും അതുപോലെ തന്നെ MK കണ്ണനെയും. ഈ 3 ആളുകളാണ് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിലുള്ളതും. യഥാർത്ഥത്തിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി പണം കൂടുതലായി, ഈ കള്ളപ്പണം കൂടുതലായി തെരഞ്ഞെടുപ്പുകളുടെ ചെലവിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് CPMന്റെ ജില്ലാ സെക്രട്ടറി, ഇന്ന് ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണൻ CPMന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ കള്ളപ്പണം കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ ഇവരോടൊപ്പം ചോദ്യം ചെയ്യേണ്ടതും പ്രതി ചേർക്കേണ്ടതുമായ പ്രതിയാണ് K രാധാകൃഷ്ണൻ എന്ന മൊഴിയാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 8 കോടി രൂപയാണ് CPM ജില്ലാ കമ്മിറ്റി ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒഴിക്കിയ 3 തെരഞ്ഞെടുപ്പുകളിൽ ഈ കള്ളപ്പണം തെരഞ്ഞെടുപ്പുകളിൽ വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് CPMന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ മുൻ മന്ത്രിയും മുൻ സ്പീക്കറും ഇന്ന് ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണനാണ്. ഈ തുക കൂടുതലായി CPM ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണം. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ എത്ര ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കരിവന്നൂരും, കുട്ടനെല്ലൂരും, അയ്യന്തോളും, പെരിങ്ങണ്ടൂരും ഉൾപ്പെടെ, കുറുക്കഞ്ചേരിയും ഉൾപ്പെടെ ഏതൊക്കെ സർവീസ് സഹകരണ ബാങ്കിലേതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ K രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 4 തെരഞ്ഞെടുപ്പുകളിൽ CPMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഈ പണം ഉപയോഗിച്ചിട്ടുള്ളത് കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPMന്റെ ഈ തെരഞ്ഞെടുപ്പ് അംഗീകാരം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന അതിൻ്റെ അംഗീകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM-IMന്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്നതിൻ്റെ അംഗീകാരം റദ്ദാക്കണം. കാരണം ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രമായ സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കുകയും ആ കൊള്ളയടിച്ചതിൻ്റെ അല്ലെങ്കിൽ വ്യാജമായ വായ്പ കൊടുത്തതിൻ്റെ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് CPM തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ CPMന് രാഷ്ട്രീയമായി തുടരാനുള്ള അർഹതയില്ല. ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. MK കണ്ണനെയും AC മൊയ്തീനെയും MM വർഗീസിനെയും K രാധാകൃഷ്ണനെയും പോലുള്ള ആളുകളെ ഇനിയും യാതൊരു നടപടിയുമില്ലാതെ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ തൃശ്ശൂർ പോലുള്ള തെരഞ്ഞെടുപ്പുകൾ ഇനിയും കേരളം കാണേണ്ടതായിട്ട് വരും. ഇവിടെ CPM ഡീലിനേക്കാൾ ഉപരിയായി CPM ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ ഭീഷണിയുടെ മുന്നിൽ
CPM മുട്ടുമടക്കുന്ന സാഹചര്യമാണ് ഈ പറയുന്ന 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇപ്പോൾ അടിയന്തരമായും ഇത്തരത്തിലേക്ക് നടപടികളിലേക്ക് നീങ്ങുന്നത് പാലക്കാട് ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ചേലക്കരയും പാലക്കാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള മറ്റൊരു തന്ത്രം കൂടിയാണോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സാധാരണ രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വത്ത് കണ്ടുകെട്ടുന്ന പ്രതിയെ, ആ പറയുന്ന സ്വത്തിൻ്റെ ഉറവിട കേന്ദ്രം അല്ലെങ്കിൽ സ്വത്തിൻ്റെ ഉടമസ്ഥനെ പ്രതിയാക്കാതെ കണ്ടുകെട്ടുന്നത് എവിടുത്തെ രീതിയാണ്? ഇവിടെ ED ആദ്യം റെയ്ഡ് നടത്തിയത് AC മൊയ്തീൻ്റെ വീട്ടിലാണ്. ആദ്യം തുക മരവിപ്പിച്ചത് AC മൊയ്തീൻ്റെയാണ്. 40 ലക്ഷം രൂപയാണ് AC മൊയ്തീൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ ബാങ്കിലുള്ള തുക മരവിപ്പിച്ചത്. അത് ED താൽക്കാലികമായി ടെമ്പററി അറ്റാച്ച്മെൻറ്റിന് അപ്പുറത്ത് അഡ്ജുക്കേറ്റഡ് അതോറിറ്റി ഡൽഹിയിലെ അത് ശരിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ AC മൊയ്തീനെ പ്രതിയാക്കിയിട്ടില്ല. അപ്പോൾ AC മൊയ്തീനെ പ്രതിയാക്കാതിരിക്കുന്ന സാഹചര്യം, CPIMനെ പ്രതി ചേർത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ പ്രതിയാക്കുമ്പോൾ ആ കേസിനകത്ത് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും പ്രതിയാകും. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ പ്രതി ചേർക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ അധികാരികൾ പ്രതിയാവും. CPMൻ്റെ ജില്ലാ കമ്മിറ്റിയെ പ്രതി ചേർത്തു എന്ന് പറയുമ്പോൾ ആരെയാണ് പ്രതിസ്ഥാനത്ത്? ആ കെട്ടിടമാണോ? CPMൻ്റെ ജില്ലാ സെക്രട്ടറിമാരാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാലയളവിൽ 2016 മുതലുള്ള കാലയളവിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകൾ AC മൊയ്തീനും അതുപോലെ തന്നെ K രാധാകൃഷ്ണനും MM വർഗീസും ഒക്കെ പ്രതിയാകേണ്ടതാണ്. ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്താതെ ഇവരുടെ തുകകൾ മാത്രം ഫ്രീസ് ചെയ്യുന്നത് ഈ പറയുന്ന CPMനെ BJP ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് കേരളത്തിൻ്റെ സമൂഹം തിരിച്ചറിയണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും നിയമപരമായ പോരാട്ടവും തുടരും.